CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിപ്പ മരണം കുമരംപുത്തൂർ, കരിമ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലേതുമായി 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പരിശോധന ശക്തമാക്കി. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിലുള്ള ഖാദി കേന്ദ്രവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും അധികൃതരുടെ ശ്രദ്ധയില്ലാതെ കാടുകയറി നശിക്കുന്നു. ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ അവഗണനയുടെ പിടിയിലമർന്ന ഈ സ്മാരകങ്ങൾക്ക് ശാപമോക്ഷം തേടുകയാണ് നാട്ടുകാർ. തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 72 വയസ്സുകാരിയായ മാടാല ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച പുഴയിൽ കാണാതായ ഫാത്തിമയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്. മങ്കട നിയോജക മണ്ഡലം MLA മഞ്ഞലാംകുഴി അലിയുടെ അനാസ്ഥകൾക്കെതിരെ CPIM മങ്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാങ്ങരയിലെ MLA ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. മുൻ MLA V ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മങ്കട നിയോജക മണ്ഡലം MLA മഞ്ഞലാംകുഴി അലിയുടെ അനാസ്ഥയ്ക്കെതിരെ CPIM മങ്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാങ്ങരയിലെ MLA ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. മുൻ MLA V ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രദേശങ്ങളിലെ വികസന പ്രശ്നങ്ങളിൽ പുറംതിരിയുന്നത് അധികാരമൊരു അലങ്കാരമായി മാത്രം കണ്ട് തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി MLA സ്ഥാനം ദുർവിനിയോഗം ചെയ്യുന്ന മങ്കട മണ്ഡലത്തിന്റെ ശാപമായി മാറിയ ഈ ജനപ്രതിനിധിക്കെതിരെ ശക്തമായ ജനരോഷം ഉയർത്തുകയാണ്. സ്വയം കരുത്തിയ മധുരവാക്കുകൾ കൊണ്ട് ജനങ്ങളെ പങ്കെടുപ്പിച്ച് വോട്ടുമായി വിഭജിച്ചുപോയ നമ്മുടെ നാടിന്റെ ഈ MLA ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാതെ മങ്കട മണ്ഡലത്തെ അനാഥമാക്കുകയാണ്. നിരവധി വർഷങ്ങളായി ഈ മണ്ഡലത്തെ വികസന വിരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ നാടിനോട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഈ നാടിന്റെ MLA മഞ്ഞളാംകുടി അലിയുടെ രാഷ്ട്രീയ വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM മങ്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ച് ഈ വഴികാരിയിലൂടെ കടന്നു വരികയാണ്. MLAയുടെ അനാസ്ഥയ്ക്കെതിരെ MLAയുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TK റഷീദ് അലി അധ്യക്ഷനായി. മണ്ഡലം നേരിടുന്ന ബഹുമുഖ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ MLA പരാജയപ്പെട്ടുവെന്നും സംസ്ഥാന സർക്കാരിനെ പഴിചാരുന്നത് അപഹാസ്യമാണെന്നും ശശികുമാർ പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ജനപ്രതിനിധി എന്ന നിലയിൽ MLA സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ 4 വരിയിൽ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി 2 വരിയായി പോകാനുള്ള ഒരു കാലാകാലത്തേക്കുള്ള കുരുക്കുണ്ടാക്കിയതിന്റെ ആ പാപം നിങ്ങൾക്ക് തുറന്നു പറയുന്നു. നാട്ടുകാരൊരു ചെറിയ സോറി പറയുന്നു. ക്ഷമിക്കണം, ഇത് അങ്ങനെ പറ്റിക്കുന്നു എന്ന് പറയുന്നു. അതിന് പകരം അതിനൊക്കെ നേട്ടങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾക്കും അതിനുള്ള വീഴ്ചകളുടെ മുഴുവൻ ഉത്തരവാദിത്വം LDF കേരളത്തിലെ ഭരണത്തിനുമാണ് എന്നുള്ള ഒരു നിലപാട് കിട്ടാൻ അങ്ങനെ അത് മുഴുവൻ വിഴുങ്ങി തരാൻ ആവശ്യമില്ല. അത് കിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് പനങ്ങാങ്ങരയിൽ നടന്ന ഈ പ്രകടനം. 100 കണക്കിന് ആളുകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ പങ്കെടുക്കാതെ പുറത്തിരിക്കുന്ന മുസ്ലിം ലീഗുകാരും കോൺഗ്രസുകാരുമായ ആളുകളുടെ മനസ്സും ഈ സമരത്തോടൊപ്പമാണ്. ഇത് മനസ്സിലാക്കണം. ഇത് ലീഗും കോൺഗ്രസിനും പ്രശ്നമില്ല. നാട്ടിലേക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നടത്തിയിരിക്കും. അതിന് അറ്റ്ലീസ്റ്റ് സോറിയിട്ട് പറയുന്നത് ഇനി ഞങ്ങളുടെ ഭാഗത്ത് അതും മോനെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പദ്ധതി ഇപ്പൊ ഞങ്ങളൊരു ഒരു നിവേദനം കൊണ്ടുപോയി കൊടുക്കണ്ടായി ഈ വിഷയം സങ്കീർണമായിട്ട്. അപ്പോ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് പറയുന്നുണ്ട്, പണ്ട് നിങ്ങൾ കൊടുത്തില്ലേ, പണ്ട് കൊടുത്തോണ്ടാണ് 400 ബൈപ്പാസ് വന്നത്. ഇപ്പൊ കൊടുത്തോണ്ടോ ഒരു സംശയം നിങ്ങൾ നൽകണ്ട. ഈ മാനത്ത് പകരം
ഒരിടംവലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള പരിപ്പുരയിലാണ് ഗവൺമെന്റ്. അതിനൊരു സമ്മർദ്ദം കൊടുക്കാനാണ് ഞങ്ങൾ വേണ്ടത്. ഇനി ഞങ്ങളുടെ മുൻകൈ എടുക്കൂ. നമുക്ക് എല്ലാവർക്കും ശക്തമായി സമ്മർദ്ദം ചെലുത്താം. അങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം. ഈ പ്രശ്നം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നുണ്ട്. നമുക്കിത് തീർക്കണം. ഈ പ്രശ്നം പരിഹരിക്കണം. എല്ലാവർക്കും ഈസിയായി യാത്ര ചെയ്യാവുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. അതിനാണ് ഞങ്ങളുടെ മുൻതൂക്കം. മറ്റ് രാഷ്ട്രീയമൊക്കെ വേറെ. നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയം. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി രമേശൻ, പി കെ അബ്ദുള്ള നവാസ് എന്നിവർ സംസാരിച്ചു. മങ്കട ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ഹരി, കെ ടി നാരായണൻ, സി സജി, പി പത്മജ, പി സുഹറാബി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. CPIM മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ സ്വാഗതവും VP അയ്യപ്പൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ. പെരിന്തൽമണ്ണ വള്ളുവനാട് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പാതായ്ക്കര വിദ്യാഭവൻ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ജനാധിപത്യ ബോധത്തിന്റെ അഭാവമാണ് ഗുരുപൂജ പോലെയുള്ള ആചാരങ്ങളിലൂടെ പുറത്തുവരുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണമായ വ്യവസ്ഥിതിയിലേക്കും അടിമത്വത്തിലേക്കും നയിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം ഇല്ലാതാക്കാനാണ് എന്നും അവർണർക്ക് അക്ഷരം നിഷേധിച്ച സവർണാധിപത്യത്തിനെതിരെ പോരാടി നേടിയ വിദ്യാഭ്യാസ അവകാശത്തെ ഒരാളുടെയും കാൽപാദങ്ങളിൽ സമർപ്പിക്കരുതെന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടത് എന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. സ്കൂളിലേക്ക് സമരം നടത്തി വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നിലപാട് RSSന് പോലെ ഡിവൈഎഫ്ഐക്കില്ല. ഞങ്ങളാരെയും കാല് കഴിക്കാനോ പൂജ നടത്താനോ ഒരു വിദ്യാർത്ഥികളെ ഞങ്ങൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷത്തിനെ തകർത്തുകൊണ്ട് ഈ സമരം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഈ സമരത്തിന്റെ ഒരു ഗുണമെന്തെന്ന് വെച്ചാൽ ഇത് കേൾക്കാൻ വേണ്ടി കുറെ RSSകാർ ചിലപ്പോൾ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ രക്ഷിതാക്കളായിരിക്കാം, ചിലപ്പോൾ സ്വയം സേവകരൊക്കെ ആയി മാറിയിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു 100-100 ആളുകൾ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ എന്താണ് പറയുന്നതെന്നും നിങ്ങൾ എന്താണ് ചെയ്തതെന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയതിൽ ഈ സമരത്തിന്റെ വലിയൊരു വിജയമായി ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഈ സമരം വളരെ കുറച്ച് ആളുകളെ മാത്രം സംഘടിപ്പിച്ച് ഈ വിഷയം പ്രതിപാദിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. RSSകാരനോട് മൽപ്പിടുത്തം നടത്തിയിട്ടോ അല്ലെങ്കിൽ RSSകാരന് വേറെ എന്തെങ്കിലും ദേവോദ്രവം ചെയ്താലോ അവന്റെ ബുദ്ധി മാറുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ജന്മനാ ബുദ്ധിയില്ലാത്തവരാണ്
RSS ആയി ജനിക്കുന്നതും വളരുന്നതും പഠിക്കുന്നതും. നമ്മുടെ നാട് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു, തർക്കമല്ല. കേരളം ഭ്രാന്താലയമാണെന്ന് പറയുന്നത് വിവേകാനന്ദനാണ്. ആ വിവേകാനന്ദനെ ഇപ്പോ RSSന്റെ നേതാവായി ചിത്രീകരിക്കാനൊക്കെ RSS ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കേരളം ഇങ്ങനെ മാറിയത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ മാസം 10-ാം തീയതി ഇവിടെ സൂചിപ്പിച്ചു, ഈ പെരിന്തൽമണ്ണ വിദ്യാഭവൻ ഉൾപ്പെടെ വിദ്യാനികേതൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ RSSകാർ നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ അധ്യാപകരുടെ കാൽ കഴിയിപ്പിച്ചു. ഇത്തരം പരിപാടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കരുതെന്നും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കെതിരെയും കർശനമായ നിയമ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ മാർച്ചിൽ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് സെക്രട്ടറി ഇ ഷിജിൽ സ്വാഗതവും ബ്ലോക്ക് പ്രസിഡന്റ് എം ഷാഹിദ് അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിമോൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KPSTA മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കമ്മിറ്റി ശ്രീകൃഷ്ണപുരത്ത് സംഘടിപ്പിച്ച അനുസ്മരണവും അവാർഡ് ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാട്ടാൻ കരുത്തുള്ള ഏറ്റവും മികച്ച സംഘടനയായി നമ്മുടെ പ്രസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഈ വലിയ അധ്യാപക നേതാക്കളുടെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണ്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. അത് ഇന്ന് കേരളത്തിലെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായിരുന്നു. നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രംഗമാണ് ആരോഗ്യ രംഗം. കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എല്ലായിടത്തും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. PR ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രൊപ്പഗാൻഡകൾക്കപ്പുറം ഈ രംഗത്തൊന്നും നടക്കുന്നില്ല. ആശുപത്രികളിൽ മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല. പരിതാപകരമായ അവസ്ഥ മുഴുവൻ ആശുപത്രികളിലും നിലനിൽക്കുന്നു. അതേ അവസരത്തിൽ നമുക്കൊരു ആശുപത്രിയിൽ സർജറിക്ക് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും നൂലും തുന്നിക്കെട്ടാനുള്ള സൂചിയും വരെ മേടിച്ചുകൊണ്ട് വേണം പോകാനുള്ള സ്ഥിതിയിലേക്ക് കേരളം. നമ്മൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ നേരെ ഒരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റീവ്? മുൻ MLAയും KAPTU സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന K സുകുമാരനുണ്ണി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന V പഴനി എന്നിവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സുകുമാരനുണ്ണി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കർമ്മശ്രീ പുരസ്കാരങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിതരണം ചെയ്തു. K അബ്ദുൽ മജീദ്, ഷാജി S തെക്കേതിൽ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ജില്ലയിലെ KPSTA അംഗങ്ങളുടെ മക്കളിൽ SSLC, +2, നീറ്റ് പരീക്ഷകളിൽ വിജയികളായവരെയും അനുമോദിച്ചു. KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP, ട്രസ്റ്റ് ചെയർമാൻ P ഹരിഗോവിന്ദൻ, മുൻ മന്ത്രി VC കബീർ, KPSTA സീനിയർ വൈസ് പ്രസിഡന്റ് B സുനിൽകുമാർ, മുൻ MLA CP മുഹമ്മദ്, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, CV ബാലചന്ദ്രൻ, അനിൽ വട്ടപ്പാറ, സുരേഷ് തെങ്ങിൻതോട്ടം, P ഗിരീശൻ, PG ദേവരാജ്, M ശ്രീജിത്ത്, VK അജിത് കുമാർ, K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിലുള്ള ഖാദി കേന്ദ്രവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും അധികൃതരുടെ ശ്രദ്ധയില്ലാതെ കാടുകയറി നശിക്കുന്നു. ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ അവഗണനയുടെ പിടിയിലമർന്ന ഈ സ്മാരകങ്ങൾക്ക് ശാപമോക്ഷം തേടുകയാണ് നാട്ടുകാർ. 1963 K കേളപ്പൻ അനാച്ഛാദനം ചെയ്ത ഈ ഖാദി കേന്ദ്രം ഇപ്പോൾ മദ്യപാനികളുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഗാന്ധി പ്രതിമയുടെ പിറകിലുള്ള ഖാദി കേന്ദ്രത്തിന്റെ കെട്ടിടം പൂർണ്ണമായും തകർന്ന് നശിച്ച അവസ്ഥയിലാണ്. 2018 ഖാദി വികസനത്തിനായി സർക്കാർ 1 കോടി രൂപയിലധികം ചിലവഴിച്ചിട്ടും ഗവൺമെന്റിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണപുരത്തെ ഈ ഖാദി കേന്ദ്രം ഇന്നും നോക്കുകുത്തിയായി നിലകൊള്ളുന്നു. കൂടാതെ ഈ ഖാദി ബോർഡിന്റെ ഭൂവിസ്തൃതി കുറഞ്ഞുവരുന്നത്
നടത്തുന്നതായും പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്. വിഷയത്തിൽ വകുപ്പ് തലത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥാപനത്തെയും സ്മാരകത്തെയും സംരക്ഷിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. മദ്യത്തിനെതിരായിരുന്നു ഗാന്ധിജി. ഈ ഗാന്ധിജിയുടെ ഈ സ്റ്റാച്ചു നിൽക്കുന്നതിൻ്റെ 50 മീറ്ററും കൂടി അല്ല, 25 മീറ്റർ അപ്പുറത്ത് മദ്യശാല കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു സർക്കാർ. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു വിദേശി വസ്ത്രം ഉപേക്ഷിക്കുക, സ്വദേശി വസ്ത്രം ധരിക്കാൻ വേണ്ടി ഖാദി, സ്വന്തം നൂലുകൊണ്ട് നൂറ്റെടുത്ത് വസ്ത്രം ധരിച്ച് ഈ ലോകത്തിന് തന്നെ മാതൃകയാക്കിയതാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ചർക്ക ക്ലാസ് തുടങ്ങിയത്. ആ ചർക്ക ക്ലാസ് അനാഥമായി പോയി, ഇടിഞ്ഞുപോയി. ഇവിടെ ഖാദി ബോർഡുണ്ട്. ആ ഖാദി ബോർഡിന് ചെയർമാനുണ്ട്. ആ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തുള്ള ഒരാളാണ്. അവർക്കൊന്നും തന്നെ ഈ മഹാനായ മഹാത്മാഗാന്ധിയുടെ ഈ സ്റ്റാച്ചു നല്ല രീതിയിൽ പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, പുതിയ തലമുറയ്ക്ക് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ബോധ്യപ്പെടുത്താൻ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ഇവിടെ അതിമനോഹരമാക്കി പൂന്തോട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും കുട്ടികളുടെ പഠന വിഷയങ്ങളൊക്കെ ആക്കാൻ വേണ്ടി ആകേണ്ട ഒരു സ്ഥലം മദ്യക്കുപ്പികളുടെയും പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു ആവാസ കേന്ദ്രമായി മാറിയതിൽ ഇവിടുത്തെ ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് വളരെ ദുഃഖവും വിഷമവും ഉണ്ട്. അതിവിടുത്തെ പഞ്ചായത്തിനെയും പിന്നെ ഇവിടുത്തെ വില്ലേജിനെയും MLAയെയും MP-യെയും എല്ലാവരെയും അറിയിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം. തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 72 വയസ്സുകാരിയായ മാടാല ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച പുഴയിൽ കാണാതായ ഫാത്തിമയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്. മപ്പാട്ടുകര തടയണയ്ക്ക് സമീപം സഹോദരൻ കുഞ്ഞാപ്പു മുസ്ലിയാർക്കൊപ്പമാണ് ഫാത്തിമ താമസിച്ചിരുന്നത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിവരെ ഫാത്തിമ വീട്ടിലുണ്ടായിരുന്നതായി സഹോദരൻ പറയുന്നു. പള്ളിയിൽ നമസ്കരിക്കാൻ പോയ ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് ഫാത്തിമയെ കാണാനില്ലെന്ന് അറിഞ്ഞത്. പുഴയിലെ തടയണയോട് ചേർന്ന് ഫാത്തിമയുടെ ചെരിപ്പും ടോർച്ചും കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരച്ചിൽ ആരംഭിച്ചത്. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഫാത്തിമയെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്നാണ് ചൊവ്വാഴ്ച രാവിലെ നാട്യമംഗലം പണിക്കർ കടവിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. CCN ചെർപ്പുളശ്ശേരി. നെല്ലായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ A. മൊയ്തീൻകുട്ടി, PK മുഹമ്മദ് ഷാഫി, ജിഷ വിനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിസ്വാന എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ് നന്ദിയും പറഞ്ഞു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. CCN ചെർപ്പുളശ്ശേരി. പട്ടികജാതി ക്ഷേമ സമിതി കൈലിയാട് ലോക്കൽ സമ്മേളനം നടന്നു. ഏരിയ സെക്രട്ടറി K. ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ കൈലിയാട് ലോക്കൽ സമ്മേളനം PKS ഏരിയ സെക്രട്ടറി K. ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കൃഷ്ണകുമാർ, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. കേരള കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് സമ്മേളനം അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം U. രാജഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് കൃഷിക്കാർക്ക് ഉജ്ജ്വലമായ സമരം ഇന്ത്യയിൽ നടത്തേണ്ടി വന്നത്. ഭരണകൂടത്തിനെതിരെ രാജ്യമാകമാനം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച സമരമായിരുന്നു 1.5 വർഷക്കാലം ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഡൽഹിയെ പിടിച്ചുകുലുക്കിയ ഉജ്ജ്വലമായ കർഷക കലാപം. ആ കലാപം തുടങ്ങിവെച്ചത് നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടത്തിയ ഉജ്ജ്വലമായ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉജ്ജ്വലമായ കർഷകരുടെ മാർച്ചാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം
അമ്പലപ്പാറ വില്ലേജ് പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ടി സേതുമാധവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചു. CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ, കെ പി ഹരികൃഷ്ണൻ, CPIM അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC രാജൻ, കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഗൗരി, KV സോമസുന്ദരൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി കെ വിനോദിനെ സെക്രട്ടറിയായും PP ഹരിദാസനെ പ്രസിഡന്റായും കെ രാമകൃഷ്ണനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. ടി സേതുമാധവൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PP ഹരിദാസ് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. DYFI തോട്ടർ യൂണിറ്റ് പഠനോത്സവത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ആദരിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. ആ മേഖലയ്ക്കകത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങളെ കാണുന്നതിനും അറിയുന്നതിനും കാലത്തോടൊപ്പം നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളെയും കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്തിനും ലോകത്തിനുമൊക്കെ മാതൃകയാക്കാവുന്ന നിലയിൽ ജനകീയമായ സാർവത്രികമായ വിദ്യാഭ്യാസം സാധ്യമാക്കിയ നാടാണ് കേരളം എന്നുള്ളതാണ്. ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത വിധത്തിൽ 5 വയസ്സായാൽ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു സമൂഹമായി കേരളീയ സമൂഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. SSLC, +2, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അമൃത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TM മഹേഷ് സ്വാഗതം പറഞ്ഞു. DYFI മണ്ണമ്പറ്റ മേഖലാ സെക്രട്ടറി S ബിനേഷ്, CPIM ബ്രാഞ്ച് സെക്രട്ടറി KK രാകേഷ് ശങ്കർ എന്നിവർ സംസാരിച്ചു. ശരൺ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം VT പട്ടത്തിർപ്പാട് കോളേജിലെ 2025-26 അധ്യയന വർഷത്തിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ഒരാഴ്ചത്തെ ഇൻഡക്ഷൻ കോഴ്സിന് തുടക്കമായി. കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ E ജയൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി എന്ന് പറയുന്ന മാസത്തെ പോലെയാണ്. ഞാൻ യാത്ര ആദ്യം പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യത്തെ ബേസ് ചെയ്തിട്ട് മാത്രം പറഞ്ഞു. യാത്ര എന്ന് പറയുന്നതിന് 3 തരത്തിലുള്ള യാത്രയുണ്ട്. ജേർണി ഓഫ്, എന്നിട്ട് ജനുവരിയിലേക്ക് വരാം, ജേർണി ഓഫ് എന്താ പറയുക എക്സ്പീരിയൻസ്, ജേർണി ഓഫ് എക്സ്പെരിമെന്റ്, ജേർണി ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇന്ന് ഇവിടെ ആദ്യം വന്നപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജേർണി ഓഫ് എക്സ്പെക്ടേഷൻ ആണ്. നാളെ മുതൽ നിങ്ങൾ ഇന്ന് കാണുന്ന അടങ്ങിയും പതുങ്ങിയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നാളെ കൊമ്പും വാലും ഒക്കെ മുളച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ലാത്ത രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ജേർണി ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനം TC വാങ്ങിക്കും, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. അപ്പം VTP കോളേജിലെ ജേർണി അവസാനിച്ചിട്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ പ്രൊഫസർ നാരായണൻ, നോഡൽ ഓഫീസർ മാധവ സദാശിവൻ, PTA സെക്രട്ടറി സുനിൽ, കോളേജ് യൂണിയൻ മെമ്പർ അഷ്ടമി തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 14 മുതൽ 18 വരെ നീണ്ടുനിൽക്കുന്ന ഈ ഇൻഡക്ഷൻ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകും. സ്കൂൾ ജീവിതത്തിൽ നിന്ന് കോളേജിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന പഠനപരമായ ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ് ഈ ഒരാഴ്ചത്തെ കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ FIUGPയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി പഠനം പൂർത്തിയാക്കാൻ ആവശ്യമായ പരിശീലനവും ഈ കോഴ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. CCN കടമ്പഴിപ്പുറം. നിപ്പ മരണം കുമരംപുത്തൂർ, കരിമ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലേതുമായി 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പരിശോധന ശക്തമാക്കി. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ചങ്ങലേരി സ്വദേശിയായ 57-കാരൻ നിപ്പ ബാധിച്ച് മരിച്ച സംഭവത്തിൽ സമ്പർക്ക പട്ടികയിലുള്ള 5 പേർ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുകയാണ്. നിലവിൽ ജില്ലയിൽ 286 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലാകെ മാസ്ക് ഉപയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ കോട്ടോപ്പാടം പഞ്ചായത്തിൽ നിന്ന് വനം വകുപ്പ് ശേഖരിച്ച വവ്വാലിന്റെ ജഡം ജന്തുരോഗ നിർണയ കാര്യാലയത്തിലെ ലാബിലേക്ക് അയച്ചു. കുമരംപുത്തൂർ, കരിമ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലേതുമായി 17 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ വാർഡുകളുടെ പ്രവേശന കവാടങ്ങളും എക്സിറ്റ് പോയിന്റുകളും അടച്ചിട്ടുണ്ട്. പോലീസ് പരിശോധനയും കർശനമാണ്. CCN മണ്ണാർക്കാട്. കഴിഞ്ഞ ദിവസത്തെ മണ്ണാർക്കാട്ടെ CPIM പ്രതിഷേധത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് ചൂണ്ടിക്കാട്ടി CPM നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി.
മുൻ SFI നേതാവ് ഷാനിഫാണ് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. PMR ഷോ, നാരായണൻകുട്ടി, ശ്രീരാജ് മൻസൂർ, അൻഷാദ് കുമരംപുത്തൂർ, ഷാജ്മോഹൻ തുടങ്ങിയവർക്കെതിരെയാണ് മുൻ SFI നേതാവ് ഷാനിഫ് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. CCN മണ്ണാർക്കാട്. KATF സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായ അലിഫ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ 163 ഉപജില്ലകളിലും സംഘടിപ്പിച്ച അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവും പെരിന്തൽമണ്ണയിലും നടന്നു. പെരിന്തൽമണ്ണ ഉപജില്ലാ മത്സരം KMMUP സ്കൂളിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് CH അബ്ദുൽ ഷമീർ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ പത്തത്ത് ജാഫർ സമ്മാന വിതരണം നിർവഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഹുസൈൻ പാറൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉപജില്ലാ സെക്രട്ടറി P മുഹസിൻ അഹമ്മദ് സ്വാഗതവും ട്രഷറർ M നൌഫൽ നസീർ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ഒടമല ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഹൈക്കോടതി അസിസ്റ്റന്റായി നിയമിതനായ ഷാക്കിർ ഹുദവി ഒടമല മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഫിറോസ് വെങ്ങാടൻ അധ്യക്ഷനായി. സഞ്ജിത് വാഫി കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. ആലി കണ്ണാടി, V മുഹമ്മദ് അലി, VP മുസ്തഫ, PK ഷബീർ അലി, NK ഷൌക്കത്ത്, സലീം VP, NK ഗഫൂർ, ഷഫീഖ്, മിദ്ലാജ്, സൽമാൻ ഫാരിസ്, അഫ്സൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ മരണം കുമരംപുത്തൂർ, കരിമ്പുഴ, കാരാകുർശി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലേതുമായി 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പരിശോധന ശക്തമാക്കി. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിലുള്ള ഖാദി കേന്ദ്രവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും അധികൃതരുടെ ശ്രദ്ധയില്ലാതെ കാടുകയറി നശിക്കുന്നു. ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ അവഗണനയുടെ പിടിയിലമർന്ന ഈ സ്മാരകങ്ങൾക്ക് ശാപമോക്ഷം തേടുകയാണ് നാട്ടുകാർ. തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 72 വയസ്സുകാരിയായ മാടാല ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച പുഴയിൽ കാണാതായ ഫാത്തിമയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്. മങ്കട നിയോജക മണ്ഡലം MLA മഞ്ഞളാംകുഴി അലിയുടെ അനാസ്ഥകൾക്കെതിരെ CPIM മങ്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാങ്ങരയിലെ MLA ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. മുൻ MLA V ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.